Hi all, welcome back to Competitive Cracker. അപ്പോൾ നമ്മളുടെ KCB വർക്കറിൻ്റെ മൊഡ്യൂൾ 2-ലെ റിവിഷൻ സീരീസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മൊഡ്യൂൾ 1 നന്നായി പഠിച്ചു കാണും, അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൊഡ്യൂൾ 2-നകത്ത് നമ്മൾ തന്നിട്ടുള്ള ടോപ്പിക് ഏതായിരുന്നു? ഓംസ് ലോയും ക്രിച്ചോഫ്സ് ലോ എന്ന ടോപ്പിക് ആയിരുന്നു അല്ലേ? അപ്പോൾ എല്ലാവരും വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ് ഓംസ് ലോയും ക്രിച്ചോഫ്സ് ലോ ഒക്കെ. ക്രിച്ചോഫ്സ് ലോ, കറണ്ട് ലോ, അതുപോലെ വോൾട്ടേജ് ലോ ഒക്കെ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ പ്രീവിയസ് ഇയറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. First question, which law states that in an each closed circuit the sum of all voltage drop is equal to 0? അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏത് ലോ ആണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? എന്താ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്? ഇൻ ഈച്ച് ക്ലോസ്ഡ് സർക്യൂട്ട് ദ സം ഓഫ് ഓൾ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു 0. ഏത് ലോ ആയിരിക്കും? നോക്കിയേ, ഓപ്ഷൻ ഓംസ് ലോ, ക്രിച്ചോഫ്സ് ഫസ്റ്റ് ലോ, കറന്റ് ലോ, ക്രിച്ചോഫ്സ് സെക്കൻഡ് ലോ. ഏത് ലോയാണ്? ഒന്ന് വേഗം ആലോചിക്കൂ, ഏത് ലോ ആ വരുന്നത്? നമ്മളുടെ KVL ആണ് വരുന്നത് അല്ലേ? ക്ലോസ്ഡ് സർക്യൂട്ട് ദ സം ഓഫ് ഓൾ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഏതാണ്? ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഓപ്ഷനിൽ എവിടെയെങ്കിലും വോൾട്ടേജ് ലോ കാണുന്നുണ്ടോ? വോൾട്ടേജ് ലോയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ലോ, ക്രിച്ചോഫ്സിന്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വോൾട്ടേജ് ലോ ആണ്. ക്രിച്ചോഫ്സിന്റെ ഫസ്റ്റ് ലോ ഏതാണ് പഠിച്ചിട്ടുള്ളത്? കറന്റ് ലോ ആണ്. നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ ഇതിൽ ഏത് ലോ ആണ്? ഈച്ച് ക്ലോസ്ഡ് സർക്യൂട്ട് ദ സം ഓഫ് ഓൾ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ക്രിച്ചോഫ്സിന്റെ സെക്കൻഡ് ലോ ആണ്. ക്രിച്ചോഫ്സ് സെക്കൻഡ് ലോ ഈസ് ആൾസോ, ക്രിച്ചോഫ് സെക്കൻഡ് ലോന് നമ്മൾ എന്താ പറയുക? ക്രിച്ചോഫ് സെക്കൻഡ് ലോ ഈസ് ആൾസോ കാൾഡ് as KVL എന്ന് പറയും. നോട്ട് ചെയ്യുക കേട്ടോ, KVL ആണ്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എന്തായിരുന്നു? KCL ആണ്. ഫസ്റ്റ് ലോ എന്താണ്? KCL ആണ്. നോട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും KVL ആണെന്നുള്ളത് അല്ലേ? പക്ഷേ ഓപ്ഷനിൽ എന്താണ്? KVL തന്നിട്ടുണ്ടോ? ഇല്ല. ഓപ്ഷനിൽ വന്നിട്ടുള്ളത് ഏതാണ്? ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, ഓംസ് ലോ, കറന്റ് ലോ ഒക്കെയാണ്. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ? ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഫൈൻഡ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ എ സർക്യൂട്ട് ഹാവിംഗ് a current 2.5 ampere and a voltage applied 230 volt. എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് അല്ലേ? റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. റെസിസ്റ്റൻസ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓംസ് ലോ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഓംസ് ലോയിൽ റെസിസ്റ്റൻസ് വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? എങ്ങനെയാ? ഏത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ്? R ഈക്വൽ ടു, ഏതായിരുന്നു ഫോർമുല? R ഈക്വൽ ടു എന്തായിരുന്നു? V ബൈ എന്താ തന്നിട്ടുള്ളത്? V ബൈ I എന്ന ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് എന്താ തന്നിട്ടുള്ളത്? കറണ്ട് തന്നിട്ടുണ്ട്. I ഈക്വൽ ടു കറണ്ട് എത്രയാണ്? 2.5 ആംപിയർ കറണ്ട് തന്നിട്ടുണ്ട്. വോൾട്ടേജ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് ഈക്വൽ ടു എത്രയാണ്? 230 വോൾട്ട് എന്ന ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ആണ് അല്ലേ? കറണ്ടും വോൾട്ടേജും ഉണ്ട്. റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക ഈസി അല്ലേ? ഇങ്ങനെ കണ്ടുപിടിക്കുക. റെസിസ്റ്റൻസ് ഇക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കൂ. 230 വോൾട്ട് ഡിവൈഡഡ് ബൈ 2.5 ആംപിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നതാണ്? ഇവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ കിട്ടുന്നതാണ്. നിയർലി 92 ഓം കിട്ടും കേട്ടോ. നിയർലി 92 ഓം ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Next question number 3. As per Ohm's law, the current is dash. Ohm's law പ്രകാരം കറണ്ട് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ഓപ്ഷൻ എ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ വോൾട്ടേജ്, ഓപ്ഷൻ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ വോൾട്ടേജ്, ഓപ്ഷൻ സി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ റെസിസ്റ്റൻസ്, ഓപ്ഷൻ ഡി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ ടെമ്പറേച്ചർ എന്നാണ് തന്നിട്ടുള്ളത്. ഓംസ് ലോ അനുസരിച്ച് എങ്ങനെയാണ്? കറണ്ട് ഈസ് എങ്ങനെയാണ്? I ഈസ് എങ്ങനെയായിരുന്നു പഠിച്ചിട്ടുള്ളത്? I ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വോൾട്ടേജ്. അതായത് I ഈക്വൽ ടു എന്താ പഠിച്ചിട്ടുള്ളത്? V ബൈ R. ഈ ഫോർമുല വെച്ചിട്ടല്ലേ നമ്മൾ ഓംസ് ലോയിൽ കറണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ I ഈസ് എങ്ങനെയായിരുന്നു? I ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വോൾട്ടേജ് ആണ്. ഇനി നമ്മളോട് റെസിസ്റ്റൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കറണ്ട് ഈസ്, അതായത് as per Ohm's law the current is dash.
എങ്ങനെയാണ് റെസിസ്റ്റൻസുമായി റിലേറ്റ് ചെയ്തെന്ന് ചോദിക്കുകയാണെങ്കിൽ അതെന്താണ് ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷൻ ടു റെസിസ്റ്റൻസ് ആണ്, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വോൾട്ടേജ് ആണ്. ഓപ്ഷനിൽ എന്താ തന്നിട്ടുള്ളത് നോക്കിയേ, ഓപ്ഷൻ എ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വോൾട്ടേജ് കറക്റ്റ് അല്ലേ? അതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു വോൾട്ടേജ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു വോൾട്ടേജ് ആണോ? അല്ല. ഏതാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു റെസിസ്റ്റൻസ് ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു റെസിസ്റ്റൻസ് ആണ്. നോട്ട് ചെയ്യുക. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു റെസിസ്റ്റൻസ് അല്ല, കറക്റ്റ് ഏതാണ്? ഇൻവേഴ്സ്ലി ആണ്. നോട്ട് ചെയ്യുക കേട്ടോ. ഇനി നോക്കിയേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ ടെമ്പറേച്ചർ ആണോ? അല്ല. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓംസ് ലോ. അതായത് ആസ് പെർ ഓംസ് ലോ ദ കറന്റ് ഈസ്, കറന്റ് എങ്ങനെയാണ്? ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വോൾട്ടേജ് ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു റെസിസ്റ്റൻസ് ആണ്. നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഓംസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, എന്തിൻ്റെയൊക്കെ റിലേഷൻഷിപ്പ് ആണ് ഓംസ് ലോയിൽ പറയുന്നത്? ഓംസ് ലോ സ്റ്റേറ്റ് ദാറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്ഷൻ എ കറന്റ്, ഇ എം എഫ് ആൻഡ് വോൾട്ടേജ്, ഓപ്ഷൻ ബി ഇ എം എഫ് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ്, ഓപ്ഷൻ സി ടെമ്പറേച്ചർ, ഇ എം എഫ് ആൻഡ് റെസിസ്റ്റൻസ്, ഓപ്ഷൻ ഡി വോൾട്ടേജ്, സ്പെസിഫിക് റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഏതൊക്കെ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഓംസ് ലോ കാണിക്കുന്നത്? നോക്കിയേ, ഓംസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏതിൻ്റെയൊക്കെയാ വരുന്നത്? ഏതൊക്കെയാ വരുന്നത്? കറന്റ്, ഇ എം എഫ്, വോൾട്ടേജ് എന്നാണ് തന്നിട്ടുള്ളത്. ഇ എം എഫ്, കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇ എം എഫും വോൾട്ടേജ് ഒക്കെ ഒന്ന് തന്നെയല്ലേ അല്ലേ? അപ്പൊ അങ്ങനെ വരുമോ? ഇല്ല. ഓപ്ഷൻ എ അല്ല. അപ്പോൾ നെക്സ്റ്റ് നോക്കിയാൽ ഓപ്ഷൻ ബിയിലെ ഇ എം എഫ്, കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് ശരിയല്ലേ? എങ്ങനെയാണ്? ഐ ഈക്വൽ ടു എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഐ ഈക്വൽ ടു വി ബൈ ആർ അല്ലേ? ഇത് ഓംസ് ലോയുടെ ഒരു റിലേഷൻഷിപ്പ് അല്ലേ? ആണ്. അതായത് ഐ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വി. പിന്നെ ആരൊക്കെയാണ് ഇവിടെയുള്ളത്? ഐ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു റെസിസ്റ്റൻസ്. ഇതൊക്കെ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത്? കറന്റ്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് അല്ലേ? അപ്പോൾ നോക്കിയേ, ഏതൊക്കെയാണ്? ഇ എം എഫ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, നമ്മൾ വോൾട്ടേജിന് തന്നെയാണ് ഇ എം എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഓംസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആരൊക്കെയാണ് ഇതിന് വരുന്നത്? ഇ എം എഫ്, കറന്റ് ആൻഡ് റെസിസ്റ്റൻസ്. അത് നോക്കിയാൽ ഓപ്ഷൻ സിയിൽ ടെമ്പറേച്ചർ വരുന്നുണ്ടോ? ഇല്ല. വോൾട്ടേജ്, സ്പെസിഫിക് റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് ആണോ? അല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അതായത് ഇ എം എഫ്, വോൾട്ടേജ്, കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഓംസ് ലോ കാണിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 5. ദ ഫോർമുല ടു ഫൈൻഡ് ദ കറന്റ് ആസ് പെർ ഓംസ് ലോ. എല്ലാം എന്താണ്? ഓംസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ കാര്യങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ചോദിച്ചിട്ടുള്ളേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ, ദ ഫോർമുല ടു ഫൈൻഡ് ദ കറന്റ് ആസ് പെർ ഓംസ് ലോ. ഓംസ് ലോ പ്രകാരം കറന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലൊക്കെ കണ്ടു. ഏതായിരുന്നു? ഐ ഈക്വൽ ടു, ഏത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കറന്റ് കണ്ടുപിടിച്ചത് മക്കളെ? ഏത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ്? ഐ ഈക്വൽ ടു ഏതാ വന്നത്? ഐ ഈക്വൽ ടു വി ബൈ ആർ അല്ലേ? ഐ ഈക്വൽ ടു വി ബൈ ആർ എന്ന ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? കറന്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ നോക്കിയേ, ഓപ്ഷനിൽ ഏതാണ്? ഐ ഈക്വൽ ടു ആർ ബൈ വി ആണോ? ഐ ഈക്വൽ ടു ആർ ബൈ വി ആണോ? അല്ല. ഐ ഈക്വൽ ടു വി ആർ സ്ക്വയർ ആണോ? അല്ല, തെറ്റാണ്. ഐ ഈക്വൽ ടു വി ബൈ ആർ, അതായത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അല്ലേ? എന്നാ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ ഓംസ് ലോ യൂസ് ചെയ്തിട്ട്? വോൾട്ടേജ് ഏത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക? വോൾട്ടേജ് വി ഈക്വൽ ടു എന്താണ്? ഐ ഇൻറ്റു ആർ അല്ലേ? വോൾട്ടേജ് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത്. അടുത്തത് എന്താ? കറന്റ് കണ്ടുപിടിച്ചു, വോൾട്ടേജ് കണ്ടുപിടിച്ചു അല്ലേ? ഇനി എന്താ കണ്ടുപിടിക്കാനുള്ളത്? റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? ആർ ഈക്വൽ ടു എന്താണ്? വി ബൈ ഐ. ആർ ഈക്വൽ ടു വി ബൈ ഐ. ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഇതിൽ ചോദിച്ചിട്ടുള്ളത് കറന്റ് മാത്രമാണ്. ഇനി ചിലപ്പോൾ വോൾട്ടേജ് ചോദിക്കാം, ചിലപ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പോൾ അറിഞ്ഞിരിക്കുക ഏതൊക്കെ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇൻ ഓംസ് ലോ ദ കണ്ടീഷൻ ഈസ് ദാറ്റ്. ഓംസ് ലോയിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് പഠിക്കുമ്പോൾ അതിൽ കണ്ടീഷൻസ് പറയാറുണ്ട് അല്ലേ? ഓംസ് ലോയിലെ കണ്ടീഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓംസ് ലോ ദ കണ്ടീഷൻ ഈസ് ദാറ്റ്. ഓപ്ഷൻ എ, ദ ടെമ്പറേച്ചർ ഷുഡ് വേരി. ഓപ്ഷൻ ബി, ദ ടെമ്പറേച്ചർ ഷുഡ് റിമെയിൻ കോൺസ്റ്റന്റ്. ഓപ്ഷൻ സി, കറന്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. ഓപ്ഷൻ ഡി, റേഷ്യോ ഓഫ് വി ബൈ ഐ ഷുഡ് ബി കോൺസ്റ്റന്റ്.
ഏതാണ്, ഏത് കണ്ടീഷനാണ് ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? നമ്മൾ ഓംസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റിനനുസരിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് കണ്ടീഷൻ? ഓംസ് ലോ ദ കണ്ടീഷൻ ഈസ് ദാറ്റ്, എന്താണ് കണ്ടീഷൻ പറയുന്നത്? ദ ടെമ്പറേച്ചർ, അല്ലേ, ടെമ്പറേച്ചർ ഷുഡ് റിമെയിൻ കോൺസ്റ്റന്റ് എന്ന് പറയും, അല്ലേ. ടെമ്പറേച്ചർ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? കറന്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്, അതും വരാറുണ്ട്. ഇതിൽ രണ്ട് ഓപ്ഷനും കറക്റ്റ് തന്നെയാണ്. ഓപ്ഷൻ ബിയും സിയും കറക്റ്റ് തന്നെയാണ്. അതായത് നമ്മൾ പറയും ഐ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വോൾട്ടേജ്, കറക്റ്റ് തന്നെയാണ്. പക്ഷെ കണ്ടീഷൻ അനുസരിച്ചിട്ട്, അല്ലെ, നമുക്ക് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതായത് നമുക്ക് അറിയാം, അതായത് വേരി അല്ല, അതായത് ടെമ്പറേച്ചർ ഷുഡ് വേരി ആണോ? അല്ല, അത് കറക്റ്റ് ആൻസർ അല്ല. അടുത്തത് ടെമ്പറേച്ചർ ഷുഡ് റിമെയിൻ കോൺസ്റ്റന്റ് ആണ്, അതാണ് അതിന്റെ കണ്ടീഷൻ. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെ. പിന്നെ നോക്കിയേ, കറന്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആണ്, പക്ഷെ അതെന്താണ്? സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ട് വരുന്നത് ഒരു കാര്യമാണ്, അല്ലെ. പക്ഷെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആ കണ്ടീഷനാണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് കേട്ടോ. നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും ശരിയല്ലേ നമുക്ക് ഡൗട്ട് അടിക്കില്ലേ? ഓപ്ഷൻ സിയും ശരിയല്ലേ, എന്തുകൊണ്ട് അത് പറ്റുന്നില്ല? പക്ഷെ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? കണ്ടീഷനാണ് ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ കണ്ടീഷനാണ്. അപ്പം അതേതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. Which of the following laws state that the resistance of a wire is directly proportional to the length and inversely proportional to the area of cross section at constant resistivity of the material of the wire? ഏത് ലോ ആണ്? താഴെ തന്നിട്ടുള്ളത് ഓംസ് ലോ, ക്രിച്ചോഫ് ഫസ്റ്റ് ലോ, ക്രിച്ചോഫ് സെക്കൻഡ് ലോ, ലോസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ. ലോസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് ലോ ആണ്? എന്താ പറഞ്ഞിട്ടുള്ളത്? റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഇറ്റ്സ് ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ വയർ എന്ന് പറയുന്നത് ഏത് ലോ ആണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് R = ρl/a. ഇത് എന്തുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? R = ρl/a എന്ന് പറയുന്നത് ലോസ് ഓഫ് റെസിസ്റ്റൻസ്, അല്ലേ, ലോസ് ഓഫ് റെസിസ്റ്റൻസ് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് പഠിച്ചിട്ടുള്ളത്. ഓർമ്മയുണ്ടല്ലോ? അപ്പൊ ഇതിനകത്ത് ഏത് ലോ ആണ്? ലോസ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ക്രിച്ചോഫ് ഫസ്റ്റ് ലോ അല്ല, സെക്കൻഡ് ലോ അല്ല, ഓംസ് ലോ അല്ല. ഏത് ലോ ആണ്? ലോസ് ഓഫ് റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മളത് പഠിച്ചു പോയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ഇതിനകത്തുള്ള കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Next question number 8. Identify the correct statement about Kirchhoff voltage law. അതായത് KVL റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കൂ. KVL state that the sum of current entering a junction is 0 എന്നാണ് പറയുന്നത് KVL. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് KVL applies to only DC circuit and not AC circuit എന്ന് പറഞ്ഞിട്ടുണ്ട്. തേർഡ് സ്റ്റേറ്റ്മെന്റ് KVL state that the sum of all voltage drop around a closed loop equal to 0 എന്ന് പറയുന്നുണ്ട്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് KVL is valid only for circuit containing resistor എന്നുള്ള 4 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ KVL റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നോക്കിയേ, താഴെ തന്നിട്ടുള്ള ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ആകെ കൂടി നോക്കിയേ, സം ഓഫ് കറന്റ് എൻറ്ററിങ് ദ ജംഗ്ഷൻ, അത് ഏത് റിലേറ്റഡ് ആയിട്ടാണ്? KCL റിലേറ്റഡ് ആയിട്ടാണ്, അല്ലെ. കിർച്ചോഫ് കറന്റ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. KVL അപ്ലൈ ഓൺലി DC സർക്യൂട്ട്, DCയിൽ മാത്രമാണോ? DCയിലും അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ACയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് നോക്കിയേ, KVL state that sum of all voltage drop around a closed loop is equal to 0. ഈ സ്റ്റേറ്റ്മെന്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ലേ, നമ്മുടെ KVL റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അത് കറക്റ്റ് ആണ്. അടുത്തത് KVL is valid only for circuit containing resistor ആണോ? അല്ല. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ, ഓൺലി തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് KVL റിലേറ്റഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോഡ് അനാലിസിസ് ഈസ് അപ്ലിക്കേഷൻ ഓഫ്. നോഡ് അനാലിസിസിന്റെ അപ്ലിക്കേഷൻ ഏതാണെന്നാണ്. നോഡ് അനാലിസിസ് ഈസ് എ അപ്ലിക്കേഷൻ ഓഫ് ഏതാണ് വരുന്നത്?
KCL, KVL, ഓംസ് ലോ, ജൂൾസ് ലോ. ഏതാണ് നോഡ് അനാലിസിസുമായിട്ട്? നമ്മളുടെ KCL ആണ് നോഡ് അനാലിസുമായിട്ട് വരുന്നത് കേട്ടോ. ഏതാണ്? KCL ആണ് നോഡ് അനാലിസിസുമായിട്ട് വരുന്ന കറക്റ്റ് ആൻസർ. അപ്പോൾ KVL ഏതുമായിട്ടാണ് നമുക്ക് ഡൗട്ട് വരും അല്ലേ? KVL ഏതാണ്? മെഷ് അനാലിസിസ് ആണ് കേട്ടോ. സർക്യൂട്ട് തിയറി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത് ഏതാണ്? മെഷ് അനാലിസിസ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നോഡ് അനാലിസിസ് ഇസ് അപ്ലിക്കേഷൻ ഓഫ് ഏതാണ്? KCL ആണ്. മെഷ് അനാലിസിസ് ആണ് നമ്മളുടെ KVL റിലേറ്റഡ് ആയിട്ട് വരുന്നത്. Next question, question number 10. Which of the following statement is are correct regarding Kirchhoff's law? വീണ്ടും സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതെന്താ ചോദിച്ചിട്ടുള്ളത്? Kirchhoff's law. നമുക്ക് നേരത്തെ KVL റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് എന്താണ്? Kirchhoff's law റിലേറ്റഡ് ആയിട്ട് താഴെ തന്നിട്ടുള്ളതിൽ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ്. നോക്കിയേ, Kirchhoff's current law is applicable for closed loop. ശരിയാണോ? Kirchhoff current law is applicable for closed loop എന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, Kirchhoff current law is applicable for junction or node. Third one, Kirchhoff's voltage law is applicable for closed loop. Fourth one, Kirchhoff voltage law is applicable for junctions or node. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നോക്കിയേ, Kirchhoff current law അല്ല അല്ലേ? ക്ലോസ്ഡ് ലൂപ്പിൽ ഏതാണ്? വോൾട്ടേജ് ലോ ആണ്. അടുത്തത് Kirchhoff's current law is applicable for junction or node. ശരിയല്ലേ? അത് കറക്റ്റ് ആണ്. ജംഗ്ഷൻ ഓർ നോഡ് ഉള്ളത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്തത് ഏതാ വരുന്നത്? Kirchhoff's voltage law is applicable for closed loop. ക്ലോസ്ഡ് ലൂപ്പിൽ തന്നെയല്ലേ Kirchhoff's voltage law applicable ആയിട്ടുള്ളത്? അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. നെക്സ്റ്റ്, Kirchhoff voltage law is applicable for junction or node. ജംഗ്ഷൻ ഓർ നോഡിലാണോ? അല്ല, അതെന്താ? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് രണ്ടും റോങ് ആണ്. കറക്റ്റ് ആയിട്ട് വരുന്നത് സെക്കൻഡും തേർഡും ആണ്. സെക്കൻഡും തേർഡും തന്നിട്ടുള്ളത് ഏതിലാണ്? ഓപ്ഷൻ എയിലാണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇൻ എ ഇലക്ട്രിക് സർക്യൂട്ട് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറന്റ്, വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ. ഇത് ഏത് ലോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. നോക്കിയേ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കണ്ടീഷൻ ആണ്. ഏതിന്റെ കണ്ടീഷനിലായിരുന്നു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്താണ്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറന്റ്, വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ ഏതാണ്? Kirchhoff's ലോ, ഓംസ് ലോ, ഫാരഡേസ് ലോ, ലെൻസസ് ലോ. ഇതൊന്നും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല. നമ്മളെ ഓംസ് ലോ ആണ് ഇതിനകത്തുള്ള കറക്റ്റ് ആൻസർ. ഇത് എന്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്? ഓംസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 12. Kirchhoff's current law is based on the law of conservation of. Kirchhoff's current law is based on the law of conservation of momentum, energy, mass, ചാർജ്. ഏതിന്റെ ലോ ഏതുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്? കൺസർവേഷൻ ഓഫ്, അതായത് KCL. നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? KCL ഏതാണ്? ഈസ് റിലേറ്റഡ് ടു ബേസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് C4. എന്തായിരുന്നു പഠിച്ചത്? ചാർജ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ചാർജ് ഓർത്ത് വെക്കാനാണ്. ടെക്നിക്കല്ലേ, ടിപ്സ് അല്ലേ ഇത്? അതായത് KCLന്റെ നടുവിലെ C ഉണ്ട്. സോ എന്താണ്? C4 ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. മറക്കാതെ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ KVL ആണെങ്കിലോ? KVL ഈസ് റിലേറ്റഡ് ടു എന്തുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്? എനർജി. KVL ഈസ് റിലേറ്റഡ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? KCL, C4 ചാർജ്. നോട്ട് ചെയ്ത് വെക്കുക. KVL ഈസ് റിലേറ്റഡ് ടു കൺസർവേഷൻ ഓഫ് എനർജി. കൺസർവേഷൻ ഓഫ് എനർജി ആണ് KVL. KCL എന്ന് പറയുന്നത് ചാർജ് ആണ്. KCL ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കറണ്ട് ലോ. കറണ്ട് KCL എന്ന് പറയുന്നത് KCL ഫസ്റ്റ് ലോ ആണ്. KVL എന്ന് പറയുന്നത് Kirchhoff's സെക്കൻഡ് ലോ ആണ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നന്നായി പഠിച്ചു പോവാ കേട്ടോ. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 13. In an electric heater draws 5 ampere from a 220 volt supply. What is the resistance of the heater?
പ്രോബ്ലം ആണ് അല്ലേ, ചെറിയൊരു പ്രോബ്ലം ആണ്. അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്, ഒരു ഇലക്ട്രിക് ഹീറ്റർ എത്രയാണ് 5 ആംപിയർ ഫ്രം എ 220 വോൾട്ട് സപ്ലൈ, വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഹീറ്റർ, ഹീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹീറ്ററിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, R ഈക്വൽ ടു അല്ലേ വോൾട്ടേജ് V ബൈ എന്താ വരുന്നത് V/I ചെയ്താൽ പോരെ. വോൾട്ടേജ് എത്രയാണ്, വോൾട്ടേജ് പറയുന്നത് 220 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. കറണ്ട് എന്ന് പറയുന്നത് 5 ആംപിയർ കറണ്ട് ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, റെസിസ്റ്റൻസ് R ഈക്വൽ ടു 220 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ വരുന്നത്, നിയർലി 44 ഓം എന്ന് വരും കേട്ടോ. റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ്, നിയർലി 44 ഓം എന്ന് കിട്ടുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്, വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 14, ഓംസ് ലോ ഈസ് അപ്ലിക്കബിൾ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്. വീണ്ടും ഓംസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഓംസ് ലോ ഈസ് അപ്ലിക്കബിൾ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഏതിലേക്കാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, വാക്വം ട്യൂബ്സ്, വാക്വം ട്യൂബ്സിലാണോ, സെമി കണ്ടക്ടർ, പിന്നെ വരുന്നത് എന്താ സെമി കണ്ടക്ടർ, മെറ്റാലിക് കണ്ടക്ടേഴ്സ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, സെനർ ഡയോഡ്, ഏതിലേക്കാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോൺ ലീനിയർ സർക്യൂട്ട്, ലീനിയർ സർക്യൂട്ട്സ് അല്ലേ. ഓംസ് ലോന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ എവിടെയാണ് നമ്മൾ ഓംസ് ലോ ഇതിൽ താഴെ തന്നിട്ടുള്ളതിൽ ഏതിലാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, വാക്വം ട്യൂബ്സിലാണോ, സെമി കണ്ടക്ടറിലും സെനാർ ഡയോഡിലൊക്കെ അപ്ലിക്കബിൾ ആണോ, അല്ല. ഏതിൽ മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ, മെറ്റാലിക് കണ്ടക്ടേഴ്സ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത് അല്ലേ. അതായത് നോൺ ലീനിയറിറ്റി ഉള്ള സർക്യൂട്ടിലൊന്നും എന്ത് ചെയ്തില്ല, ഇത് അപ്ലിക്കബിൾ അല്ല എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓംസ് ലോന്റെ ഗ്രാഫുകളൊക്കെ വരച്ച് പഠിക്കുമ്പോൾ ഉള്ളതാണ് അതൊക്കെ അല്ലേ. അപ്പോൾ എന്താണ് ഓംസ് ലോ ഈസ് അപ്ലിക്കബിൾ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റാലിക് കണ്ടക്ടേഴ്സ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 50, ദ ഓംസ് ലോ ഈസ് വാലിഡ് ഫോർ ഡാഷ് സർക്യൂട്ട്. ഇത് നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കിയാൽ ഓംസ് ലോ ഈസ് വാലിഡ് ഫോർ ഡാഷ് സർക്യൂട്ട്, അത് ലീനിയർ സർക്യൂട്ട് ആണോ, നോൺ ലീനിയർ സർക്യൂട്ട് ആണോ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ, പിന്നെ വരുന്നത് എന്താ സെമി കണ്ടക്ടർ. അപ്പോൾ എവിടെ മാത്രമേ നമ്മളുടെ ഓംസ് ലോ വാലിഡ് ആവുള്ളൂ, ഓംസ് ലോന്റെ ഗ്രാഫ് വരച്ച് കണ്ടിട്ടില്ലേ നമ്മൾ, എങ്ങനെയാണ് കറൻറ്റും വോൾട്ടേജ് ഒക്കെ വെച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെയായിരുന്നു, ലീനിയാരിറ്റിയിലായിരുന്നു അല്ലേ, ലീനിയർ ആയിരുന്നു, അത് ലീനിയർ സർക്യൂട്ട് ആയിരുന്നു. എന്താ റെസിസ്റ്റൻസ് ആണ്. ഇത് വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഓംസ് ലോ ഈസ് വാലിഡ് ഫോർ ഏത് രീതിയിലുള്ള സർക്യൂട്ട്സിനാണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലീനിയർ സർക്യൂട്ടാണ്. ഏതാണ്, ഓപ്ഷൻ എ, ലീനിയർ സർക്യൂട്ട്സിലാണ് അതെന്ത് ചെയ്തിട്ടുള്ളത്, വാലിഡ് ആയിട്ടുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. Next question, question number 16. The slope of the graphical representation of Ohm's law can represent which of the following components? ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഇന്നാണ് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, ദ സ്ലോപ്പ് നമ്മൾ വരച്ചില്ലേ, വോൾട്ടേജ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരച്ച ആ ഒരു ഗ്രാഫിനകത്ത് അതിൻ്റെ സ്ലോപ്പ് ഓഫ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓംസ് ലോ ക്യാൻ റെപ്രസെൻറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പോണൻറ്റ്, ഏത് കോമ്പോണൻറ്റിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ എ റെസിസ്റ്റൻസ്, ഓപ്ഷൻ ബി ഇംപിഡൻസ്, ഓപ്ഷൻ സി കപ്പാസിറ്റൻസ്, ഓപ്ഷൻ ഡി ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഈ സ്ലോപ്പ് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ട് വരച്ചിട്ടുള്ളത്, ഇത് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, റെസിസ്റ്റൻസുമായിട്ടാണത് റിലേറ്റ് ചെയ്തിട്ട് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്, റെസിസ്റ്റൻസ്. അതിൻ്റെ റിലേഷൻഷിപ്പ് ഒന്ന് ഓർത്താൽ മതി അല്ലേ, കറണ്ട് വോൾട്ടേജ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിൽ ഏതാണ് കറക്റ്റ് ആൻസർ, അതിൻ്റെ റിലേഷൻഷിപ്പ് അത് റെസിസ്റ്റൻസുമായിട്ടാണെന്നുള്ളത് നോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 17. ക്രിച്ച്ഓഫ് കറന്റ് ലോ ഈസ് അപ്ലിക്കബിൾ ടു ഓൺലി. എവിടെ മാത്രമാണ് നമ്മൾ ക്രിച്ച്ഓഫ് കറന്റ് ലോ അതായത് ഫസ്റ്റ് ലോ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ജംഗ്ഷൻസ് ഇൻ എ നെറ്റ്വർക്ക്, ക്ലോസ്ഡ് ലൂപ്പ് ഇൻ എ നെറ്റ്വർക്ക്, ഇലക്ട്രിക് സർക്യൂട്ട്, ഇലക്ട്രോണിക് സർക്യൂട്ട്. അപ്പോൾ ഏതിലാണത്, ക്രിച്ച്ഓഫ് കറന്റ് ലോ ആണ് കേട്ടോ. നോട്ട് ചെയ്യുക, വോൾട്ടേജ് ലോ അല്ല. ക്രിച്ച്ഓഫ് കറന്റ് ലോ ഈസ് അപ്ലിക്കബിൾ ടു ഓൺലി ഏതിൽ മാത്രമാണ്,
ജംഗ്ഷൻ ഇൻ എ നെറ്റ്വർക്കിലാണ് അല്ലേ. ഒരു നെറ്റ്വർക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, ഇൻകമ്മിങ് കറണ്ട് ഔട്ട് ഗോയിങ് കറണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഇവിടെ I1 I2 അല്ലേ, ഇങ്ങനെയല്ലേ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വന്നിട്ടുള്ളത്. I3 I4 I5 എന്താ പഠിച്ചിട്ടുള്ളത്, സം ഓഫ് ഇൻകമ്മിങ് കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട് എന്ന രീതിയിലാണ് നമ്മൾ അവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കിയാൽ കിർച്ചോഫ് കറണ്ട് ലോ ഈസ് അപ്ലിക്കബിൾ ടു ഓൺലി ഏതിലാണ് വരുന്നത്, ജംഗ്ഷൻ ഇൻ എ നെറ്റ്വർക്ക്. ഇങ്ങനെയാണ് ജംഗ്ഷൻ ഇൻ എ നെറ്റ്വർക്ക് എന്ന രീതിയിലാണ് എൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 80. Which network analysis technique is entirely based on Kirchhoff voltage law? എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, വിച്ച് നെറ്റ്വർക്ക് അനാലിസിസ്, ഏത് നെറ്റ്വർക്ക് അനാലിസിസ് ആണ് എൻറ്റയർലി ബേസ്ഡ് ഓൺ, അതായത് Kirchhoff വോൾട്ടേജ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നോഡൽ അനാലിസിസ്, തെവിനിൻസ് തിയറം, മെഷ് ഓർ ലൂപ്പ് അനാലിസിസ്, നോർട്ടൺസ് തിയറം. ചോദിച്ചിട്ടുള്ളത് KVL ആണ് കേട്ടോ, KVL ആണ്, Kirchhoff വോൾട്ടേജ് ലോ ആയിട്ടാണ്. Kirchhoff വോൾട്ടേജ് ലോ എന്ന് പറയുമ്പോൾ അത് ഏതാണ്, മെഷ് ഓർ ലൂപ്പ് അനാലിസിസ് ആണ്. ഓപ്ഷൻ സി ആണ്. നോഡൽ അനാലിസിസ് വരുമ്പോൾ അത് എന്താണ്, നോഡൽ അനാലിസിസ് റിലേറ്റഡ് ടു KCL ആണ് കേട്ടോ. നോഡൽ അനാലിസിസ് റിലേറ്റഡ് ടു ഏതാണ്, നമ്മളുടെ KCL റിലേറ്റഡ് ആയിട്ടാണ്. മെഷ് അല്ലെങ്കിൽ ലൂപ്പ് അനാലിസിസ് ആണ് ഏതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്, KVLുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. നോട്ട് ചെയ്യുക, മറക്കരുത്. പ്രീവിയസ് ഇയറിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണിത്. അതായത് ഏതാണ് KCL, ഏതാണ് KVL റിലേറ്റഡ് ആയിട്ടുള്ളത്, ഏത് അനാലിസിസ് ആണെന്നുള്ളത് നോട്ട് ചെയ്ത് പഠിച്ചു പോകണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 90. Kirchhoff's voltage law is based on the law of conservation of. നമ്മൾ കറണ്ട് ലോ കണ്ടു അല്ലേ, KCL നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് KVLന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. Kirchhoff's voltage law is based on the law of conservation of. ഏതായിരുന്നു, ചാർജ്, മാസ്, മൊമെന്റം, എനർജി, പിന്നെന്താ വരുന്നിട്ടുള്ളത്, അത്രയേ ഉള്ളൂ അല്ലേ, 4 എണ്ണമാണ് ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടതായിരുന്നു KCL എന്ന് പറയുമ്പോൾ ഞാൻ ട്രിക്ക് പറഞ്ഞു തന്നു, C4 ചാർജ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ എന്താ, ചാർജ് അല്ല, ഓപ്ഷൻ എ അല്ല, ചാർജ് അല്ല. അടുത്തത് മാസ്, മൊമെന്റം, എനർജി. KVL ഈസ് ബേസ്ഡ് ഓൺ എന്താ, KVL ഈസ് ബേസ്ഡ് ഓൺ എനർജി ആണ്. KVL ഈസ് ബേസ്ഡ് ഓൺ എനർജി ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ, ഓപ്ഷൻ ഡി ആണ്. മറക്കില്ലല്ലോ. അപ്പോൾ KCL ഈസ് ബേസ്ഡ് ഓൺ ചാർജ് ആണെങ്കിൽ KVL ഈസ് ബേസ്ഡ് ഓൺ എനർജി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. If a 12-volt battery is connected across a 3 ohm resistor, what is the current flowing through the circuit? കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്താ ചോദിച്ചിട്ടുള്ളത്, a 12-volt battery is connected across a 3 ohm റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ കറണ്ട്, ആ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണം. ഓംസ് ലോ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം, വളരെ സിമ്പിൾ. I ഈക്വൽ ടു എന്താ, കറണ്ട് അല്ലേ, V/R. ഇതാണ് ഫോർമുല, കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. I ഈക്വൽ ടു V/R. തന്നിട്ടുണ്ടോ, വോൾട്ടേജ് തന്നിട്ടുണ്ടോ, തന്നിട്ടുണ്ട്. ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാ, 12 വോൾട്ട് ബാറ്ററി ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാ, 3 ഓം റെസിസ്റ്റർ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. 12 വോൾട്ട് ബാറ്ററിയിൽ 3 ഓം റെസിസ്റ്റർ. കറണ്ട് കണ്ടുപിടിച്ചൂടെ, ഓംസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, 12/I ഈക്വൽ ടു 12/3 എന്ന് കണ്ടുപിടിച്ചാൽ എത്ര കറണ്ടാ വരുന്നത്, 4 ആംപിയർ കറണ്ട് അല്ലേ. 4 ആംപിയർ കറണ്ട് ആണ് അതിലൂടെ പാസ് ചെയ്യുന്നത്, ആ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്നത്. എത്രയാണ്, 4 ആംപിയർ കറണ്ട് ആയിരിക്കും പാസ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. ഇഫ് ദ വോൾട്ടേജ് ഈസ് ഡബിൾ ആൻഡ് ദ റെസിസ്റ്റൻസ് R ഈസ് ഹാഫ്, വാട്ട് ഹാപ്പൻ ടു ദ കറണ്ട്, കറണ്ടിന് എന്താ സംഭവിച്ചത് അല്ലേ. എന്താ ചോദിച്ചിട്ടുള്ളത്, വോൾട്ടേജ് ഡബിൾ ആകുമ്പോൾ. അപ്പോൾ വോൾട്ടേജിന് എന്ത് സംഭവിച്ചു, V ഈക്വൽ ടു 2V ആയി അല്ലേ, ഡബിൾ ആയി. അടുത്തത് എന്താ, റെസിസ്റ്റൻസ് ഹാഫ് ആയി. റെസിസ്റ്റൻസിന് എന്ത് സംഭവിച്ചു, R/2 ആയി. റെസിസ്റ്റൻസ് പകുതിയായെങ്കിൽ വാട്ട് ഹാപ്പൻ ടു ദ കറണ്ട്, കറണ്ടിന് എന്താണ് സംഭവിച്ചത്. കറണ്ട് ഈക്വൽ ടു നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, I ഈക്വൽ ടു V/R. ഈ ഫോർമുല വെച്ചിട്ടല്ലേ നമ്മൾ കറണ്ട് കണ്ടുപിടിച്ചത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, അപ്പോൾ എന്താ കിട്ടുന്നത്, 2V/R/2 അല്ലേ.
2v/r/2 എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ 4v/r എന്ന് നമുക്ക് കിട്ടും. സോ I = എന്താ വന്നത്? 4v/r എന്ന് കിട്ടുന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനകത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ഇറ്റ് ഈസ് ഹാഫ്, ഓപ്ഷൻ ബി ഇറ്റ് റിമെയിൻസ് ദ സെയിം, ഓപ്ഷൻ സി ഇറ്റ് ഈസ് ക്വാഡ്രൂപ്ഡ്, ഇറ്റ് ഈസ് ഡബിൾഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായി മാറി? ഇറ്റ് ഈസ് എ ക്വാഡ്രൂപ്ഡ് ആയി മാറി. ഓപ്ഷൻ സി ആയി, അതായത് 4v/r ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 22. Ohm's law is not applicable to which of the following? താഴെ തന്നിട്ടുള്ളതിൽ ഏതിലാണ് നമുക്ക് ഓംസ് ലോ അപ്ലിക്കബിൾ അല്ലാത്തത്? ഏതൊക്കെയാണ് നോക്കിയേ? DC സർക്യൂട്ട്, കോപ്പർ വയർ, ആർക്ക് ലാമ്പ്, സെമി കണ്ടക്ടർ. ഇതിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ കണ്ടതാണ്, ലീനിയർ ആയിരിക്കണം, ലീനിയർ സർക്യൂട്ട്സിലാണ് അത് വരുന്നത് എന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് പോയതാണ്. അപ്പോൾ ഓംസ് ലോ ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു ഏതിലാണ് വരുന്നത്? ഏതായിരിക്കും? എന്തായാലും നമ്മുടെ DC സർക്യൂട്ടിലും AC സർക്യൂട്ടിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യും അല്ലേ? അപ്പോൾ അതല്ല. അടുത്തത് കോപ്പർ വയർ, കോപ്പർ വയറിൽ അപ്ലൈ ചെയ്യില്ലേ? കണ്ടക്ടർ അപ്ലൈ ചെയ്യുന്നതാണ്, അതുമല്ല. അടുത്തത് ആർക്ക് ലാമ്പിലും അപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷെ അപ്ലൈ ചെയ്യാത്തത് എന്താണ്? സെമി കണ്ടക്ടർ ഡിവൈസസിൽ നമ്മൾ അപ്ലൈ ചെയ്യില്ല. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഏതാണ്? വാക്വം ട്യൂബ് പോലെയുള്ളത്, സെമി കണ്ടക്ടർ പോലുള്ളതിലൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ട്രാൻസിസ്റ്റർ പോലുള്ളതിലൊന്നും നമ്മൾ ഓംസ് ലോ അപ്ലിക്കബിൾ അല്ല. ഓക്കെ, next question, question number 23. What will be the current in a circuit if the voltage is 240 volt and the resistance is 800 ohm? വീണ്ടും എന്താ ചോദിച്ചിട്ടുള്ളത്? കറണ്ട് കണ്ടുപിടിക്കാൻ തന്നെയാണ്. റിപ്പീറ്റഡ് ആയിട്ട് കേട്ടോ, പ്രീവിയസ് ഇയറിൽ ഒരുപാട് തവണ എന്ത് ചോദിച്ചിട്ടുണ്ട്? നമ്മളോട് ഓംസ് ലോ യൂസ് ചെയ്തിട്ട് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താ വരുന്നത്? വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ക്വസ്റ്റ്യനിൽ ആര് തന്നിട്ടുണ്ട്? വോൾട്ടേജ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് = 240 വോൾട്ടേജ് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് വാല്യൂ R = 800 ohm ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. വാട്ട് വിൽ ബി ദ കറണ്ട് കണ്ടുപിടിക്കാൻ I = അഗെയിൻ എന്താ? V/R വെച്ച് ചെയ്താൽ മതി. സോ 240 ഡിവൈഡഡ് ബൈ എത്രയാണ് വരുന്നത്? 800 ohm ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 800 എന്താ ആൻസർ വരിക? ചെയ്ത് നോക്ക് മക്കളെ, എന്താ ആൻസർ വരിക? 240 ഡിവൈഡഡ് ബൈ 800 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.3 അല്ലേ? 0.3 ആംപിയർ എന്ന ആൻസർ കിട്ടും നമുക്ക്. 0.3 ഉണ്ടോ ഇതിനകത്ത്? ഉണ്ട്. ഓപ്ഷൻ എ 0.3 ആംപിയർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എന്താണ് ഈ കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഓംസ് ലോ റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് വരിക കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്യുക, ഒരുപാട് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുക. സിമ്പിൾ ആണ്. അപ്പോൾ ചെയ്ത് നോക്കാം. Okay, next question, question number 24. Ohm's law can be applied in AC circuit provided they contain. ഇങ്ങനെയാണ് Ohm's law can be applied to AC circuit provided they contain ഏതാണ് വരുന്നത്? Only resistive element, option B pure capacitance only, option C pure inductance only, option D all of the above. ഏതാ വരുന്നത്? Ohm's law can be applied to AC circuit provided they contain. എന്താ വരുന്നത് അതിനകത്ത്? എങ്ങനെ വേണം? അതിനകത്ത് ഏത് വേണം? റെസിസ്റ്റീവ് ആണോ, കപ്പാസിറ്റീവ് ആണോ, ഇൻഡക്റ്റീവ് ആണോ? ഏത് സർക്യൂട്ടിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക? ഓൺലി ഏതിലായിരുന്നു? റെസിസ്റ്റീവ് സർക്യൂട്ട്സിലാണ്. ഏതിലാണ്? ഓൺലി റെസിസ്റ്റീവ് സർക്യൂട്ട്സിലാണ് നമ്മളത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. ഇഫ് കറന്റ് I = 5 ആംപിയർ, I2 = 3 ampere are entering a node and I3 is leaving it, what is I3? ഇത് എന്ത് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് എന്ത് റിലേറ്റഡ് ആണ്? നമ്മളുടെ KCL റിലേറ്റഡ് അല്ലേ? ക്രിച്ച്ഹോഫ്സിൻ്റെ കറണ്ട് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? I1 കറണ്ട് I1 തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ I2 തന്നിട്ടുണ്ട്. 3 ആംപിയർ എന്ന് കറണ്ട് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ I1 = എന്താ വന്നിട്ടുള്ളത്? 5 ആംപിയർ ആണ്. I2 = 3 ആംപിയർ എന്ന് കറണ്ട് തന്നിട്ടുണ്ടെങ്കിൽ I3 അത് ലീവ് ചെയ്യുന്ന കറണ്ട് ആണ്. I3യുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? I1 + I2 = I3 എന്ന് എഴുതിക്കൂടെ? കറണ്ട് എൻറ്ററിങ് എ നോഡ് ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിങ് എ നോഡ് എന്ന് പറയാം. സോ അവിടെ എന്താ വരുന്നത്? 5 അല്ലേ? 5 + 3 = I3 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ I3 എന്ത് പറയും? I3 =
8 ആംപിയർ എന്ന് കിട്ടുന്നതാണ് അല്ലേ. I3 ഈക്വൽ ടു 8 ആംപിയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതായത് ഒരു നോഡിലോട്ട് ഇങ്ങനെയാണ് കറണ്ട് എൻ്റർ ചെയ്യുന്ന കറണ്ടാണ് I1 അതുപോലെ ആരും I2 ആണ്. ഇതെന്താ ചെയ്യുന്നത്, കറണ്ട് ലീവ് ചെയ്യുക. അതാണ് നമ്മളുടെ നോഡ് അല്ലേ. ഈ നോഡിലോട്ട് കറണ്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളുടെ ലീവിങ് കറണ്ട് ആണ്. I3 എന്ന് പറയുന്നത് ലീവിങ് കറണ്ട് ആണ്. അപ്പോൾ ഇഫ് ദ കറണ്ട് I1 ആൻഡ് I2 ആർ എൻ്ററിങ് എ നോഡ് ആൻഡ് I3 ഈസ് ലീവിങ്, വാട്ട് ഈസ് I3 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. I3യുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ I3 ഈക്വൽ ടു എന്താണ് കിട്ടിയത്, 8 ആംപിയർ ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, I3 ഈക്വൽ ടു 8 ആംപിയർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത MCQ സീരീസുമായിട്ട് കാണാം. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഇനിയും കൂടുതൽ ക്ലാസ്സസിനായിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.